അയ്യോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സത്യപ്രതിജ്ഞ അല്ലെ. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ള വിവിധ പൊസിഷനിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ചാർജ് ഏറ്റെടുക്കപ്പെടുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്തിരിക്കണം, സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കണം അല്ലെ. അപ്പോൾ ആ സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലാണ് ചൊല്ലേണ്ടത്, ആരാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു, അല്ലെങ്കിൽ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു അല്ലോ. അപ്പോ ഇവര് ആരുടെ മുമ്പിലാണ് ഈ സത്യപ്രതിജ്ഞ ചെല്ലുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓത്ത് ഓഫ് ദ പ്രസിഡന്റ് അല്ലെ, ഹയസ്റ്റ് പേഴ്സൺ അല്ലെ, പ്രസിഡന്റ് ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെല്ലേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരുടെ മുമ്പിലാണ്? CJI അല്ലെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് പ്രസിഡന്റ് ഓത്ത് എടുക്കേണ്ടത്. ഓക്കെ. ഇനി ചീഫ് ജസ്റ്റിസ് എന്താണ് ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജിന്റെ മുമ്പിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓത്ത് എടുക്കേണ്ടത്. ഓക്കെ. ഇനി അതേപോലെ വൈസ് പ്രസിഡന്റിന്റെ ഓത്ത് അല്ലെങ്കിൽ ഓത്ത് ചൊല്ലിക്കൊടുക്കണ അല്ലെങ്കിൽ ഓത്ത് എടുക്കേണ്ടത് ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ് വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യേണ്ടത്? ഓത്ത് എടുക്കേണ്ടത്. ഇനി പ്രൈം മിനിസ്റ്റർ എടുക്കേണ്ടതോ? പ്രൈം മിനിസ്റ്റർ ഒബ്വിയസ്ലി പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഓത്ത് എടുക്കേണ്ടത്. ഓക്കെ. യൂണിയൻ മിനിസ്റ്റർ എടുക്കേണ്ടത് ഒബ്വിയസ്ലി പ്രസിഡന്റിന്റെ മുമ്പിൽ തന്നെയാണ്. യൂണിയൻ മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റർ ആയാലും ഓത്ത് എടുക്കേണ്ടത് പ്രസിഡന്റിന്റെ മുമ്പിൽ തന്നെയാണ്. ഓക്കെ. ഇനി ഗവർണർ എവിടെയാണ് ഓത്ത് എടുക്കേണ്ടത്? സ്റ്റേറ്റുകളിലെ നിയമിക്കപ്പെടുന്ന ഗവർണേഴ്സ് ഒബ്വിയസ്ലി അതത് സ്റ്റേറ്റുകളിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഒത്തെടുക്കേണ്ടത്. ഇനി നമ്മള് പ്രസിഡന്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആബ്സെന്റ് ആണെങ്കിൽ ഗവർണേഴ്സ് ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടേണ്ടത് സീനിയർ ഹൈക്കോടതി ജഡ്ജിന്റെ മുമ്പിലായിരിക്കണം ഒത്തെടുക്കേണ്ടത്. ഓക്കെ. ഇനി ചീഫ് മിനിസ്റ്റർ അല്ലെ, പ്രൈം മിനിസ്റ്ററെ പോലെ ചീഫ് മിനിസ്റ്റർ ഒത്തെടുക്കേണ്ടത് ഗവർണറുടെ മുമ്പിലാണ്. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഗവർണറുടെ മുമ്പിലാണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി യൂണിയൻ മിനിസ്റ്റേഴ്സ് ഗവർണറുടെ മുമ്പിലാണെങ്കിൽ യൂണിയൻ മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന്റെ മുമ്പിലാണെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഗവർണറുടെ മുമ്പിലാണ് ഒത്തെടുക്കേണ്ടത്. ഓക്കെ. ഇനി ഓത്ത് ഓഫ് സുപ്രീം കോടതി ജഡ്ജീസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ആരാണ്? സുപ്രീം കോടതി ജഡ്ജിമാര് എന്ത് ചെയ്യപ്പെടുമ്പോ അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുമ്പോൾ അവർ ഒത്തെടുക്കേണ്ടത് ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഒത്തെടുക്കേണ്ടത്. ഇനി ഹൈക്കോടതി ജഡ്ജസ് ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടേണ്ടത് ആരാണ്? ഗവർണറാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ. ഇനി ഓത്ത് ഓഫ് എം പിമാര് ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടത്? സ്പീക്കറുടെയോ അല്ലെങ്കിൽ പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലാണ് ഒത്തെടുക്കേണ്ടത്. പ്രോട്ടോ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ സഭയിൽ അല്ലെ, ഫസ്റ്റ് സഭയിൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റത്തെ സഭാ മീറ്റിംഗില് സ്പീക്കറെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല അല്ലെ. ആ സമയത്ത് ആദ്യം നടക്കേണ്ടത് എന്താണ്? മെമ്പേഴ്സിന്റെ ഓത്താണ്. സോ അതിനു വേണ്ടിയിട്ട് ഗവർണർ സ്റ്റേറ്റുകളിലേക്കും അതേപോലെ ലോക്സഭയിലേക്ക് പ്രസിഡന്റും അതത് സഭകളിലെ ഏറ്റവും മോസ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രോട്ടോ സ്പീക്കർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുക. സോ ആ പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്? മെമ്പേഴ്സ് അല്ലെ, പിമാരാണെങ്കിൽ ലോക്സഭയിലെ പിമാര് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലും, ഇനി സ്റ്റേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഗവർണർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓത്തെടുക്കേണ്ടത്. ഇനി ഇപ്പൊ ഇലക്ഷനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ രാജിവെച്ച് വീണ്ടും ഇലക്ഷൻ നടത്തിയിട്ട് ആ ഒരു മെമ്പർ അപ്പോയിന്റ്മെന്റ് അയാളുടെ ഓത്ത് എടുക്കേണ്ടത് ആരാണ്? അത് സഭകളിലെ സ്പീക്കർ തന്നെയായിരിക്കും. ഓക്കെ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആദ്യത്തെ സഭയില് ഇലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് നടക്കുന്ന സഭാ സമ്മേളനത്തില് പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലും, പിന്നീട് ഒരാളുടെ രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ പുതിയൊരു മെമ്പറെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് സ്പീക്കറുടെ മുമ്പിലായിരിക്കും എന്തെടുക്കാം? ഓത്തെടുക്കാം. ഓക്കെ. ഇത് MPസിന്റെ കാര്യം കേട്ടോ. ഇനി MLAയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, നമ്മൾ നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോ സ്പീക്കറുടെ മുമ്പിലോ അല്ലെങ്കിൽ സ്പീക്കറുടെ മുമ്പിലോ ആയിരിക്കും. പ്രോട്ടോ സ്പീക്കർ ഗവർണറാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുക കേട്ടോ. അത് പൊതുവെ അതത് സഭകളിലെ ഏറ്റവും മോസ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള ആളെ ആയിരിക്കും പ്രോട്ടോ സ്പീക്കർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടും. ഇനി ഓത്തിനെ കുറിച്ച് പറയപ്പെടുന്ന ഷെഡ്യൂൾ ഏതാണ്? 3rd ഷെഡ്യൂളിലാണ് ഓത്തിന്റെ വ്യത്യസ്ത ഫോമുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി പ്രസിഡന്റിന്റെ ഓത്തിനെ കുറിച്ചിട്ട് പറയപ്പെടുന്ന ആർട്ടിക്കിൾ 60 പറയുന്നത് കേട്ടോ. 60 പറയുന്നത്. മിനിസ്റ്റേഴ്സിന്റെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 75 പറയുന്നത്. ഓക്കെ. 75 മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഗവർണറുടെ കുറിച്ച് പറയുന്നത് ഏതാണ്?
159 കേട്ടോ പറയുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിന്റെ ഓത്തിനെ കുറിച്ച് പറയുന്നത് 124 പറയുന്നത്. ഓക്കെ. ഇനി CAGന്റെ കുറിച്ച് പറയുന്നത് 148 148. ഇനി ഒരു ഓത്ത് എടുക്കുമ്പോൾ അതെന്താണ്? ഓത്തിൽ ഇൻക്ലൂഡ് കോൺസ്റ്റിറ്റ്യൂഷനോട് കൂറ് കാണിക്കാന്നും സോവർണിറ്റിയെ അപ്ഹോൾഡ് ചെയ്യാന്നും ഫെയ്ത്ത്ഫുള്ളി ഡിസ്ചാർജ് ഡ്യൂട്ടീസ് അല്ലെ. ഇത് എല്ലാം എന്ത് ചെയ്യും? ഓത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോ ഓൾ ഓഫ് ദ അബോവ് ആണ് വരുന്നത്. ഓക്കെ. CAGന്റെ ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. അല്ലെങ്കിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. ഇനി ഓത്ത് ഈസ് മാൻഡറ്ററി ബിഫോർ അപ്പോയിന്റ്മെന്റിന് മുമ്പാണോ, ടേക്കിംഗ് ചാർജ് ഓഫ് ദ ഓഫീസ് ആണോ, ഇലക്ഷന് മുമ്പാണോ, നോമിനേഷന് മുമ്പാണോ? ഓഫീസിൽ ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ഓത്ത് എന്ത് ചെയ്യേണ്ടത്? മാൻഡറ്ററി ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ ഹു അഡ്മിനിസ്ട്രേറ്റ് ഓത്ത് ഓഫ് അറ്റോർണി ജനറലിന്റെ ഓത്ത് ആരാ എടുക്കുക? ഒബ്വിയസ്ലി പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിന്റെ ഓത്ത് എടുക്കുന്നത്. ഇനി പ്രോട്ടോ സ്പീക്കർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ആ ലോക്സഭയിലേക്കാണ് പ്രസിഡന്റും, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണെങ്കിൽ ഗവർണർ ആയിരിക്കും കേട്ടോ. ഇനി ഓത്ത് വയലേഷൻ മേ ലീഡ് ടു റിമൂവൽ ആണോ, രജിസ്ട്രേഷൻ ആണോ, ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ? ഓൾ ആണ് വരിക. ഓക്കെ. ദെൻ ഓത്ത് എൻഷുർ അക്കൗണ്ടബിലിറ്റി, ലോയാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. ഇവിടെ ഏതാ വരിക? ഓൾ ആണ് കേട്ടോ വരിക. ഓക്കെ. അപ്പൊ പ്രസിഡന്റിന്റെ ഓത്താരം എടുക്കുക, ഗവർണറുടെ ഓത്താരം എടുക്കുക, പ്രൈം മിനിസ്റ്ററുടെ ഓത്താരം എടുക്കുക, ചീഫ് മിനിസ്റ്ററുടെ ഓത്താരം എടുക്കുക. അത്രയും കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.